ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരമാവുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തിളച്ച് അത് പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലൊരു മരത്തിൻ്റെ ചട്ടകം എടുത്തിട്ട് ഇതേപോലെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് ഈ ഒരു വലുപ്പമുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചെറിയ പാത്രം എടുക്കരുത്. അപ്പോൾ നമ്മൾ ആ ഒരു മരത്തിൻ്റെ ചട്ടകം ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാല് തിളച്ച് പുറത്തേക്ക് പോവാതെ തന്നെ അവിടെ നിൽക്കും. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ പോലും ഈ ഒരു മരത്തിൻ്റെ ചട്ടകം വെക്കുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് പാലൊന്നും ചിന്താതെ തന്നെ നമുക്ക് പാല് കാച്ചിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പാലൊക്കെ കാച്ചാൻ വെക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അടുത്തത്. എന്നപ്പോൾ നമുക്ക് ചട്ടകം വെക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ പാലിട്ട് വെക്കുകയാണെങ്കിൽ പാലൊന്നും തിളച്ച് പുറത്തേക്ക് പോവില്ല. ആ ഒരു പാത്രത്തിൽ കിടന്ന് തന്നെ തിളയ്ക്കുക മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ നമുക്ക് അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാലും നമുക്കങ്ങനെ പാല് കാച്ചിയെടുക്കാം. ഒട്ടും പുറത്തേക്ക് തന്നെ പോവില്ല. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ബാക്കി വരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് കുറേ നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു തേങ്ങയുടെ മുകളിലായിട്ട് ഒരു റെഡ് കളറൊക്കെ ആയിട്ട് വന്ന് തേങ്ങ ചീത്തയായി പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഒരല്പം ഉപ്പെടുത്തിട്ട് ആ ഒരു തേങ്ങാമുറിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തേങ്ങ ഒന്നും ആ ഒരു ചുവപ്പ് കളറൊന്നും വരാതെ തന്നെ നമുക്ക് കൂടുതൽ നാൾ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പം ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ട് ഒരു കവർ ഓർഗനൈസറാണ് തയ്യാറാക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാനൊരു വലിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തി നന്നായിട്ടൊന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു വലിയൊരു സ്ക്വയർ ഷേപ്പിൽ ഒരു ഹോൾ ആക്കി എടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് കവറുകൾ എടുത്തിട്ടുണ്ട്. ഇനി കവറൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയിലൊന്ന് മടക്കി വെക്കാം. അപ്പോൾ നീളത്തിൽ ആണ് മടക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഓരോ കവറും എടുത്തിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കാം. ഒരു കവറ് ഇതേപോലെ ബാക്കിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് റൗണ്ട് പോലെ റോള് പോലെ ഇതേപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കവറുകളൊക്കെ നമുക്ക് ഇതേപോലെ വലിയ റൗണ്ടാക്കിയിട്ട് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ബോക്സിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതേപോലെ ഓരോ കവറുകളായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ചിക്കനും ബീഫും അങ്ങനത്തെ കാര്യങ്ങളും മീനൊക്കെ കൊണ്ട് വെക്കുമ്പം ആ ഒരു മീനിൻ്റെ ഒക്കെ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ടൊക്കെ സ്മെല്ലും അതേപോലെ തന്നെ അതിൻ്റെ ബ്ലഡൊക്കെ ഇങ്ങനെ ഫ്രീസറിലൊക്കെ ഇങ്ങനെ ആവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം പെട്ടെന്നൊന്നും ക്ലീനാക്കി എടുക്കേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫോയിൽ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലുള്ളൊരു പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സ്ക്വയർ ഷേപ്പിലാക്കി എടുത്താൽ മതി.
ഇനി നമുക്ക് ഫ്രീസറിൽ ഈ ഒരു ഫോയിൽ പേപ്പർ നന്നായിട്ടൊന്ന് വിരിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഫോയിൽ പേപ്പർ വിരിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിക്കനും ബീഫും ഫിഷും ഒക്കെ വെക്കുന്ന സമയത്ത് അതിൽ നിന്നും വരുന്ന ആ ഒരു ബ്ലഡ് കലർന്ന വെള്ളവും ഒന്നും ഈ ഒരു ഫ്രീസറിലാവില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടെ ക്ലീൻ ആക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫോയിൽ പേപ്പറോ കവറോ ഒക്കെ വിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മാസത്തിലാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 മാസം വരെയൊക്കെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതെ തന്നെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും നമ്മുടെ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ കിടക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഫോയിൽ പേപ്പർ വെക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്നും ഫ്രിഡ്ജൊന്നും ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യം വരില്ല. ഈ ഒരു ഫോയിൽ പേപ്പർ മാറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ പോലും നമ്മുടെ ഫ്രീസറൊന്നും കേടാവാതെ ക്ലീനായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതേപോലെ തന്നെ ഉറുമ്പ് കയറാതിരിക്കാനും നമുക്ക് ഈ ഒരു ടിപ്പ് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു 4-5 ഗ്രാമ്പൂ ആണ്. ഈ ഒരു ഗ്രാമ്പൂ നമുക്ക് ഒന്ന് ഈ ഒരു പഞ്ചസാരയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉറുമ്പിനൊക്കെ തന്നെ പൊക്കിയെടുക്കാം. ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് കാരണം ഈ ഒരു ഉറുമ്പുകളൊക്കെ പുറത്തേക്ക് പോകും. അതേപോലെ തന്നെ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ 4-5 ഗ്രാമ്പൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം ഉറുമ്പ് വരികയില്ല. അപ്പോൾ നമുക്ക് ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരയിൽ ഉറുമ്പ് കയറുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഈ പഞ്ചസാരയിലേക്ക് 4-5 ഗ്രാമ്പൂ ഇട്ടിട്ട് തുറന്നു വെച്ചപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാ ഉറുമ്പും പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ പാലൊക്കെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മൾ പാലൊക്കെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പാല് തിളപ്പിച്ചതിന് ശേഷം നോക്കുമ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരുപാട് പാല് പറ്റി പിടിച്ചവിടെ കിടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് പാത്രത്തിൽ മൊത്തമായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളമാണ് പാല് കാച്ചാൻ വേണ്ടിയിട്ട് എടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആ വെള്ളത്തിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പാൽപാത്രത്തിൽ ഒരുപാട് പാലൊന്നും പറ്റി പിടിച്ച് കിടക്കൂല. അപ്പോൾ നമ്മൾ പാല് കാച്ചാൻ പോകുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പാലൊഴിച്ചിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അധികമൊന്നും പാല് പറ്റി പിടിച്ച് കിടക്കാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രം ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.